ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ് ഇപ്പോൾ സതീഷിൻ്റേത്. തകർന്ന വീട് നന്നാക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയാണ് ഓട് നന്നാക്കാൻ. അപ്പോഴാണ് താഴെ വീണ് മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് തകരാറിലായിരിക്കുന്നത്. സതീഷ്, ഇത് എത്ര കാലമായത്? ഇതിപ്പോൾ 1 വർഷമായി. ലിഗമെൻ്റ് പൊട്ടിയിട്ട് ചികിത്സിക്കാനുള്ള പൈസ ഒന്നും ആയിട്ടില്ല. 1.5 ലക്ഷം രൂപ വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. അത് കെട്ടിവെക്കാനുള്ളതൊന്നും സാമ്പത്തികമായിട്ട് ഞങ്ങളിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോണത്. ലോൺ അടയ്ക്കാതെ ജപ്തിയും വന്നു. ലോണ് കെട്ടാത്ത കാര്യം കൊണ്ട് 1 വർഷത്തെ അടവും മുടങ്ങി. അത് കാരണം കൊണ്ട് ഇപ്പോൾ അവർ ജപ്തി ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ട് ജപ്തി നോട്ടീസ് വന്ന് ഒട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് മക്കളുടെ അടുത്ത് ഇറങ്ങണം എന്നാണ് ഇപ്പോൾ അവർ പറയണത്. അവർ വിളിച്ച് വളരെ ടോർച്ചർ ചെയ്യുന്നുണ്ട് വിളിച്ചിട്ട്. എത്ര ലക്ഷം രൂപ എടുത്തത്? 3 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. അതിൽ 1 വർഷത്തെ അടവ് അടച്ചു. അത് പലിശയിൽ പോയി. ഇനി ബാക്കി 3 ലക്ഷം രൂപ അവർ ഇനി അടയ്ക്കണം എന്നാണ് അവർ പറയണത്. എടുത്ത മുതൽ അടയ്ക്കണം എന്നാണ്, തിരിച്ചടവ് അടയ്ക്കണം പറയുന്നത്. എന്തിനാണ് നമ്മൾ ശരിക്കും വായ്പ എടുത്തത്? വായ്പ എടുത്തത് അമ്മ സുഖമില്ലാണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആള്. അപ്പോൾ അത് മീട്ടാൻ വേണ്ടിയിട്ടാണ് വായ്പ എടുത്തത്. നിരന്തരം ഭീഷണിയാണോ? അവർ പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാട്ടിന് ഓപ്പറേഷത്തിന് തന്നെ പൈസ 1.5 ലക്ഷം. ഞാൻ പെട്രോൾ പമ്പിൽ പോകാനും കൂടെ കുടുംബം കഴിഞ്ഞു പോകണം. ഈ 3 മക്കളും ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയാണ്. അവർ പെട്ടെന്ന് ഇറങ്ങണം പറഞ്ഞാൽ കുട്ടികളുടെ കൂട്ടിട്ട് എങ്ങനെ ഇറങ്ങും, ഇവിടെ പോയിരിക്കുന്ന അറിയില്ല. മക്കള് ഈ 3 പഠിക്കുന്നുണ്ടോ? 3 പഠിക്കുന്ന ചേർത്തിനിപ്പോ അയക്കണില്ല. ഇപ്പൊ പിള്ളേർ കുറച്ച് ദിവസമായിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഞാൻ പമ്പി പോയ ഏട്ടൻ്റെ അടുത്ത് ആരുമില്ലാത്ത കാരണം നോക്കാൻ കുട്ടികളെ അടക്കം ഇരുത്തിയിട്ടാണ് ഞാൻ പോണത്. 100-300 രൂപ കിട്ടാൻ പോണത് കുടുംബം കഴിഞ്ഞു പോണത്. ബിന്ദുവിൻ്റെയും സതീഷിൻ്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. 3 മക്കളുണ്ട്. 3 മക്കളെ പഠിപ്പിക്കണം. 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷേ 3ാമത്തെ സ്കൂളിലേക്ക് വിട്ടെങ്കിലും ഇപ്പോൾ പണമില്ലാത്തതുകൊണ്ട് സ്കൂളിലേക്ക് അയക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് സതീഷിൻ്റെ കുടുംബം. നമുക്ക് കാണാം, ഈ വീട് തന്നെ നേരാമണ്ണമുള്ള ഒരു നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ ഈ വീടും തകർന്നിരിക്കുന്നതിനിടയിൽ കൂടെ സതീഷ് 1 വർഷമായിട്ട് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് കൂടെ വന്നിരിക്കുന്നത്. തട്ടിമുട്ടി ജീവിതം കൊണ്ടുപോകാൻ പോലും, മക്കളെ പഠിപ്പിക്കാൻ പോലും ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ജപ്തി നോട്ടീസ് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ സുമനസ്സുകളുടെ സഹായമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന ഈ വീടിൻ്റെ അവസ്ഥ നോക്കൂ. ഈ വീട്ടിൽ ഇത്രയും പൊളിഞ്ഞു കിടക്കുന്ന വീട് നന്നാക്കാൻ വേണ്ടി, ഓട് നന്നാക്കാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് ചോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷമാണ് സതീഷ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയത്. അപ്പോഴാണ് താഴെ വീണ് പരിക്കേൽക്കുന്നത്. അതിൻ്റെ ചികിത്സയ്ക്ക് തന്നെ പണമില്ല. 1.5 ലക്ഷം രൂപയെങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ സതീഷിന് ചികിത്സ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ബിഗ് TV കാണുന്ന പ്രേക്ഷകർ സതീഷിനെയും കുടുംബത്തെയും സഹായിക്കണം. ഡോക്ടർ ജി പ്രസാദ് കുമാർ, ബിഗ് TV ജേർണലിസ്റ്റ്, പാലക്കാട്.